അനുദിനം യേശുവിനോടൊപ്പം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യം. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്തായ ഒരു സ്വഭാവ വിശേഷമായിരുന്നു സൗമ്യത. സൗമ്യത ഒരിക്കലും ബലഹീനതയല്ല, അതാണ് നമ്മുടെ സ്വഭാവത്തിൻ്റെ ശക്തി. സാഹചര്യങ്ങൾ ഏതായിരുന്നാലും അത് താഴ്മയോടെ അംഗീകരിക്കുന്നതും സ്വീകരിക്കുന്നതുമാണ് സൗമ്യത. ദൈവത്തിനു വേണ്ടി കഷ്ടം സഹിക്കാൻ താൽപ്പര്യപ്പെടുന്നതും നിന്ദിക്കപ്പെടുകയും ത്യജിക്കപ്പെടുകയും ചെയ്യുമ്പോൾ പ്രതികാരമോ കോപമോ ഇല്ലാതെ ഇരിക്കുന്നതും സൗമ്യതയുടെ ലക്ഷണമാണ്. സൗമ്യതയുള്ളവർ ദൈവഹിതത്തിനായി സമർപ്പിക്കപ്പെട്ടവരും ദൈവത്തിനു വേണ്ടി എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലും അതിൽ ഉറച്ചു നിൽക്കുന്നവരുമാണ്. സൗമ്യത എന്നത് ഒന്നും പറയാതെ എല്ലാം സഹിക്കുക എന്നതല്ല, ഭയന്ന് പിന്നോട്ട് പോകുന്നതുമല്ല. ബലമുണ്ടായിട്ടും അതിനെ നിയന്ത്രിക്കുന്നതാണ് യഥാർത്ഥ സൗമ്യത. കർത്താവായ യേശു തന്നെയാണ് സൗമ്യതയുടെ മാതൃക. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. കർത്താവായ യേശുവിൻ്റെ ജീവിതം നോക്കുമ്പോൾ നമുക്ക് സൗമ്യതയുടെ ഏറ്റവും വലിയ മാതൃക കാണാം. കർത്താവിനെ അപമാനിച്ചപ്പോഴും കർത്താവ് പ്രതികാരം ഒന്നും ചെയ്തില്ല. കർത്താവിനെ കുറ്റപ്പെടുത്തിയപ്പോഴും കർത്താവ് പാപം ചെയ്തില്ല. ക്രൂശിൽ തറച്ചപ്പോഴും കർത്താവ് തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു: പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. ഇതാണ് യഥാർത്ഥ സൗമ്യത. സൗമ്യത എന്നത് ശക്തിയില്ലാത്ത ഒരാളുടെ നിശബ്ദതയല്ല, ദൈവത്തിൻ്റെ കരങ്ങളിൽ തൻ്റെ ശക്തിയെ സമർപ്പിച്ച ഒരാളുടെ സ്വഭാവമാണ്. അങ്ങനെയുള്ളവർ ആത്മീയമായി ശക്തരാണ്. ഇപ്പോൾ ഭൂമിയിൽ ഭാഗ്യവാന്മാരായ അവർ പിന്നീട് സ്വർഗീയ ഭൂമിയെ കൈവശമാക്കും. സങ്കീർത്തനങ്ങൾ 37-ാം അധ്യായം 11-ാം വാക്യത്തിലും നമുക്ക് ഇത് കാണുവാൻ കഴിയും. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. പരിശുദ്ധാത്മാവിനാൽ നാം നയിക്കപ്പെടുമ്പോൾ സൗമ്യത എന്ന ആത്മാവിൻ്റെ ഫലം നമ്മിൽ രൂപപ്പെടുന്നു. നമുക്കും ഇന്ന് ക്രിസ്തുവിൻ്റെ സ്വഭാവമായ സൗമ്യത തിരഞ്ഞെടുക്കാം. ആരെങ്കിലും നമ്മെ വേദനിപ്പിച്ചിട്ടുണ്ടാകും, അന്യായമായി പെരുമാറിയിട്ടുണ്ടാകാം, തിരിച്ചടിക്കാൻ നമുക്ക് ശക്തി ഉണ്ടായിരിക്കാം. എന്നാൽ വ്യത്യസ്തമായ ഒരു തീരുമാനം എടുക്കാൻ കർത്താവ് നമ്മെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു. കോപത്തിന് പകരം സൗമ്യത തിരഞ്ഞെടുക്കാം. പ്രതികാരത്തിന് പകരം ക്ഷമ തിരഞ്ഞെടുക്കാം. അഹങ്കാരത്തിന് പകരം താഴ്മ തിരഞ്ഞെടുക്കാം. നാം മറ്റുള്ളവരോട് സൗമ്യത കാണിക്കുമ്പോൾ അവർ നമ്മിൽ ക്രിസ്തുവിനെ കാണട്ടെ. അതിനായി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനായി നന്ദി. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സൗമ്യതയും താഴ്മയും നിറയ്ക്കണമേ. കോപിക്കാതെ ക്ഷമിക്കാനും പ്രതികാരം ചെയ്യാതെ സ്നേഹിക്കാനും മറ്റുള്ളവരെ താഴ്ത്താതെ അവരെ മാനിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശുവിൻ്റെ സൗമ്യത ഞങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും പ്രതിഫലിപ്പിക്കുവാൻ ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർ ക്രിസ്തുവിനെ കാണട്ടെ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ.
ആമേൻ. ഗോഡ് ബ്ലെസ് യു.